യോഗം വനിതാ സംഘവും യൂത്ത് മൂവ്മെന്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ റാലിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ശ്രീമാൻ ഷാജി സാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതാണ്. വേണ്ടേ വേണ്ട നാട് പൊടിക്കും ലഹരി, നാശം വിതറൽ ലഹരി, ദോഷം വിതറൽ ലഹരി. വേണ്ടേ വേണ്ട നമുക്ക് ഈ ലഹരി വേണ്ടേ വേണ്ട. വീട് തകർക്കൽ ലഹരി, നാട് തകർക്കൽ ലഹരി. ലഹരിക്കെതിരെ പൊരുതാം, നന്മയ്ക്കായി പൊരുതാം. വേണ്ടേ വേണ്ട നാട് പൊടിക്കും ലഹരി. പാറശാല SNDP യോഗം കേരളത്തിൽ ഭയാനകമായി വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗവും കുറ്റവാസനകളും ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചിരിക്കുന്ന ആരാധ്യനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ആഹ്വാനമനുസരിച്ച് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള വൻ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് പാറശാല SNDP യൂണിയൻ ഇങ്ങനെ ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം നിങ്ങൾക്കറിയാം. ഓരോ ദിവസവും അമ്മക്കിളികളെ കൊന്നു ചിരിക്കുന്ന രാക്ഷസന്മാരുടെ എണ്ണം കേരളത്തിൽ ആർക്കും അത് കണ്ടിരിക്കുവാൻ കഴിയില്ല. മദ്യപിച്ച് മതോന്മത്തനായി മയക്കുമരുന്നടിച്ച് കണ്ണിൽ കണ്ടവരെയെല്ലാം ചുറ്റികയ്ക്ക് തലക്കടിച്ച് തകർത്തു കൊല്ലുന്ന അപാന്മാരുടെ കാലത്ത് ലഹരിക്കെതിരെ പോരാടുക, യഥാർത്ഥ മനുഷ്യനാവുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ആരാധ്യനായ പാറശാല SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ജയൻ എസ് മുരമ്മിന്റെ നേതൃത്വത്തിൽ യൂത്ത് മൂവ്മെന്റും വനിതാ സംഘവും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ലഹരിക്കെതിരെ പോരാടാം, യഥാർത്ഥ മനുഷ്യനാകാമെന്ന സന്ദേശ ബോധവൽക്കരണ റാലിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പോക്കുന്നു ലഹരി, കായ്ക്കുന്നു മരണം. ലഹരിയിൽ പോക്കുന്നതൊക്കെയും മരണത്തിലൊടുങ്ങുന്നു. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ, ആക്സിഡന്റുകൾ, കൊലപാതകങ്ങൾ, കൂട്ടയാത്മഹത്യകൾ കേരളത്തെ ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റുമ്പോൾ ലഹരിക്കെതിരെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്, പൊരുതേണ്ടതുണ്ട്, പോരാടേണ്ടതുണ്ട്, അമ്മക്കിളികളെ കാത്തുവെക്കേണ്ടതുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് അമ്മയെ തിരിച്ചറിഞ്ഞൂടാത്ത കാലമാണിത്. കോഴിക്കോട് കൊടുവള്ളിയിൽ പെറ്റമ്മയെ കഴുത്തിനറുത്ത് കൊല വിളിച്ച മകനോട് പോലീസുകാർ ചോദിച്ചു, എന്തിനാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, നമ്മയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞതാണ്, എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ ആ സ്ത്രീക്ക് നൽകിയതെന്നാണ്. അങ്ങനെ അമ്മയുടെ മുഖത്ത്, പെറ്റമ്മയുടെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് പോലും മഹാപാപമാണെന്നിരിക്കെ പെറ്റമ്മയെ തന്നെ കൊന്നു കൊല വിളിക്കുന്ന രാക്ഷസന്മാരുടെ നാടായി, മയക്കുമരുന്നിന്റെ നാടായി, മയക്കുമരുന്നിന്റെ ഹബ്ബായി, കഞ്ചാവിന്റെ നാടായി, MDMA നാടായി, കൊക്കൈനിന്റെ നാടായി, കൊക്കയിൽ വീഴുന്നവരുടെ നാടായി കേരളം മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇരുട്ടാണ് നമുക്ക് ചുറ്റും വ്യാപിപ്പിക്കുന്നത്. അതുകൊണ്ട് കണ്ണുകൾ തന്നത് കാണാനാണ്, കൊപ്പി വിഴുങ്ങി ചാകാനല്ല. കഴുകൻ കാട്ടും ദയ പോലും കുടിയൻ കാട്ടില്ലാരോടും. ഗുരുദേവൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മദ്യം വിഷമാണത്, ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. അത് വിഷമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഏതുതരം ലഹരിയായാലും നമ്മളെ കാത്തിരിക്കുന്നത്
ക്യാൻസർ തുടങ്ങി ഭീകര ദുരന്തങ്ങളാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ക്യാൻസർ സെന്ററുകൾ സന്ദർശിക്കണം. അവിടെ പൊന്നിൻ നിറത്തേക്കാൾ അഴകുള്ള മേനികൾ പൊള്ളിക്കരിഞ്ഞു കിടക്കുന്ന കാണാം. അഴുകി പുഴുത്തവർ, ദുർഗന്ധം വമിക്കുന്നവർ, ഈച്ചയും പുഴുക്കളുമായി യുദ്ധം ചെയ്യുന്നവർ. ഈച്ചകൾ പറയും എനിക്ക് സ്വന്തം, പുഴുക്കൾ പറയും എനിക്ക് സ്വന്തം. അങ്ങനെ ക്യാൻസർ രോഗികളുടെ എണ്ണം കേരളത്തിൽ ഭയാനകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ലഹരി ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല, ലഹരി ഉപയോഗിക്കുന്നവരെ ദുരന്തങ്ങൾ ബോധ്യപ്പെടുത്തി പിന്തിരിപ്പിക്കുന്നതിനോടൊപ്പം എന്റെ നാടിനെയും കാത്തുവെക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയണം. നമുക്കറിയാം, ഞാറമ്മൂട്ടിൽ അപാരം എന്ന് പറയുന്ന ഒരു കൊലയാളി 6 പേരെയാണ് തലക്കടിച്ചു വീഴ്ത്തിയത്. ആദ്യം പെറ്റമ്മയെ തന്നെ, പിന്നെ കാമുകിയുൾപ്പെടെ 6 പേരെ, 5 പേരും മരിച്ചുപോയി. ഇപ്പൊ ആ ഭാന് ആത്മഹത്യക്ക് ശ്രമിച്ച് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള അവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ കഴിയുന്നു. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ആരായാലും, ഇന്നലത്തെ മദ്യപാനി ഇന്നത്തെ കൊലയാളി, ഇന്നത്തെ മദ്യപാനി നാളത്തെ കൊലയാളി. ലഹരി വസ്തുക്കൾ വാങ്ങുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ അല്ല നിങ്ങൾ അതിന് വില കൊടുക്കേണ്ടി വരുന്നത്. സ്വന്തം പെറ്റമ്മയെ, സ്വന്തം കൂടപ്പിറപ്പിനെ, സ്വന്തം ഭാര്യയെ, സ്വന്തം മക്കളെ കൊല്ലുന്ന രാക്ഷസന്മാരാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ലഹരി ഉപയോഗിച്ചതിന്റെ വില നിങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് ചൊട്ടയിലെ ശീലം ചുടല വരെ നിങ്ങളുടെ മക്കൾ ഒരു ചൂയിങ്കം നുണയുമ്പോൾ ഓർക്കുക, പവിത്രങ്ങൾ നുണയുമ്പോൾ ഓർക്കുക, അത് മയക്കുമരുന്നിലേക്കുള്ള വഴി തെളിക്കുകയാണ്. രാവിലെ ചൂയിങ്കം, ഉച്ചയ്ക്ക് ചോക്ലേറ്റ്, വൈകുന്നേരം മയക്കുമരുന്ന് എവിടെ കിട്ടുമെന്ന് ചോദിക്കും. കാരണം നമ്മൾ കണ്ടതല്ലേ, 4ാം ക്ലാസ്സുകാരി ചോക്ലേറ്റ് കഴിച്ച് ബോധം കെട്ട് കിടന്നത്. നമ്മൾ വിചാരിച്ചോ ചോക്ലേറ്റിൽ മയക്കുമരുന്നുണ്ടെന്ന്? നമ്മൾ എന്തിനായി റാലിസിയും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ മക്കളെ, നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മുടെ കൂട്ടുകാരെ, കൂട്ടത്തിലുള്ളവരെ ഒക്കെ ലഹരിക്കെതിരെ ബോധവൽക്കരിക്കാൻ. പക്ഷേ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നവൻ ഗവേഷണം നടത്തുന്നത് എങ്ങനെ ഈ ഉൽപ്പന്നം കൂടുതൽ വിറ്റഴിക്കാം, ആരെയൊക്കെ ഭ്രാന്തന്മാരാക്കാം, ആരെയൊക്കെ ക്യാൻസർ രോഗികളാക്കാം. ആദ്യം രോഗികളെ സൃഷ്ടിക്കുക, പിന്നെ ആ രോഗങ്ങൾക്ക് മരുന്നുമായി മാർക്കറ്റിലെത്തുക. അതാണ് പ്രിയപ്പെട്ടവരെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബികളും ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളും തമ്മിലുള്ള ഒരു ബന്ധം. അപ്പം നമ്മെ രോഗിയാക്കാൻ ആരൊക്കെയോ എവിടെ ഇരുന്ന് ഗവേഷണം നടത്തുമ്പോൾ അവർ കണ്ടെത്തുന്നു കുട്ടികളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കുട്ടികൾ കഴിക്കുന്ന മിഠായികളിലൂടെ, കോളകളിലൂടെ പിള്ളേര് കഴിക്കുന്ന ഒരു സാധനമുണ്ട്, കൂള് കഴിച്ചാൽ പിന്നെ ഒരിക്കലും അവൻ കൂളാകില്ല, കൂളാകും. അതുകൊണ്ട് കൂൾ കഴിക്കുന്നത് ഒരു നല്ല ശീലമാണെന്ന് കരുതേണ്ട. കൂൾ കഴിക്കുന്നവൻ ഫൂളാകും. കാളകളെ പോലെ ഒക്രിയിട്ട് എവിടെയെങ്കിലും ഇടിച്ച് തകരും. അതുകൊണ്ട് കഞ്ചാവ് കിൻഡൽ കണക്കിനാണ് കേരളത്തിലേക്ക്, കണ്ടെയ്നർ കണക്കിനാണ് വരുന്നത്. എന്താണ് കഞ്ചാവ്? എൻചാവ്, നെഞ്ചാവ്, നാടിൻ ചാവ് കഞ്ചാവ്. കാട്ടിൽ പൂത്തു മണം വരത്തും, നാട്ടിൽ കൊന്നു കൊലവിളിക്കും കഞ്ചാവ്. ആദ്യം വലിക്കുമ്പോൾ ഒരു വെളുത്ത പുക, പിന്നെയും വെളുത്ത പുക, പിന്നെ കറുത്ത പുക, പിന്നെ കറുത്ത പുക. അതാണ് കഞ്ചാവ്. കൊഞ്ചല്ലേ കൊഞ്ചല്ലേ, നഞ്ചാണു നഞ്ചാണു കഞ്ചാവ്. കൊഞ്ചിയാൽ കഞ്ചാവ് കൊന്നു തിന്നും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞോമനകളെ നമ്മൾ കണ്ടില്ലേ, വാളയാറിൽ 8ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികളെ ലഹരിക്കടിമയായ രാക്ഷസന്മാർ കൊന്നു കൊല വിളിച്ചത്. ആലുവയിൽ കണ്ടില്ലേ, 5 വയസ്സുകാരിയെ സ്വന്തം മകളാണെന്ന് പറഞ്ഞു തോളത്തിട്ട് കൊണ്ടുപോയി ചോര ചീന്തി തലക്കിടിച്ചു കൊമ്പ് പൊത്തിൽ കയറ്റി വെച്ചവനെ. ലഹരി ഉപയോഗിക്കുമ്പോഴല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ അതിന് വില കൊടുക്കുന്നത്. പിന്നെപ്പോഴാണ് ലഹരി തലയ്ക്ക് പിടിച്ചു ഭ്രാന്തായി മാറുമ്പോൾ പെറ്റമ്മയെ തന്നെ കൊല്ലുന്ന രാക്ഷസന്മാരാകും. വെള്ളറടയിൽ കണ്ടില്ലേ, വെള്ളറട കയ്യൂരിൽ MBBS പഠിക്കാൻ ചൈനയിൽ പോയവൻ തിരിച്ചു വന്നിട്ടാണ് അച്ഛന്റെ കഴുത്തറുത്തവർ. ആരാണ് അച്ഛൻ? സൂര്യനെ പോലെ കത്തിജ്വലിക്കുകയും കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ശിരസിൽ വഹിച്ചുകൊണ്ട് കുടുംബത്തിന് വേണ്ടി പോരാടുകയും ചെയ്യുമ്പോൾ പല മക്കളും പറയും അച്ഛൻ വല്ലാത്ത ചൂടന.
അച്ഛന് ചൂട് കൂടുതലാണ്, സൂര്യന് ചൂട് കൂടുതലാണ്. പക്ഷെ സൂര്യനൊന്ന് അസ്തമിച്ച് നോക്കണം, പിന്നെ എത്ര ഇരുട്ടാണെന്ന്. ആയിരം വിളക്കുകൾ ഒന്നിച്ചു തെളിച്ചാലും സൂര്യന്റെ വെളിച്ചം കിട്ടുമോ? നിലാവ് വരും, ചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് വരും, ചില വെളിച്ചമൊക്കെ തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അച്ഛനെ സ്നേഹത്തോടെ കാത്തുവെക്കേണ്ട മക്കൾ തന്നെ കൊന്നു കൊല വിളിക്കുന്ന കാലത്താണ് SNDP യൂണിയൻ സംസ്ഥാനത്തുടനീളം കേരളം ആവശ്യപ്പെടുന്ന, കാലഘട്ടം ആവശ്യപ്പെടുന്ന ഈ ഭീകരതയ്ക്കെതിരെ, മയക്കുമരുന്ന് ഭീകരതയ്ക്കെതിരെ, ലഹരി ഭീകരതയ്ക്കെതിരെ, രാക്ഷസ വേട്ടകൾക്കെതിരെ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പാഠശാലയിലെ ജനങ്ങളെ ഉത്ബദ്ധരാക്കുവാൻ വേണ്ടി, ഈ ത്യാഗത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടത് നെയ്യാറ്റിൻകര DYSP ശ്രീ S. ഷാജി അവർകളാണ്. അദ്ദേഹം ഓൺ ദ വേയാണ്. മഴ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ പരിപാടി സമാപിച്ച് എല്ലാവർക്കും തിരിച്ചു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ മക്കളും കരുതി വെക്കണം. മക്കൾക്ക് ചോക്ലേറ്റും മിഠായികളും ഒക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ വാങ്ങിക്കൊടുക്കുന്നത് മയക്കുമരുന്ന് കഴിക്കുവാനുള്ള വഴിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ കഴിച്ച കാരക്കയും പേരക്കയും ചാമ്പക്കയും ഒന്നുമല്ല നമ്മുടെ മക്കൾ ഇന്ന് കഴിക്കുന്നത്. ഉണർന്നാൽ ഉറങ്ങും വരെ പോക്കറ്റ് ഫുഡുകൾ കഴിച്ച് പോക്കണം കെട്ട് ക്യാൻസർ രോഗികളായി ആശുപത്രികളിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ പിന്നെ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. തുടക്കം നന്നെങ്കിൽ ഒടുക്കവും നന്ന്. തുടക്കം നന്നാകാത്തത് കൊണ്ടാണ് ഒടുക്കം ഭയാനകമായി മാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഹരിക്കെതിരെ പോരാടാം. യഥാർത്ഥ മനുഷ്യരാകാമെന്ന സന്ദേശമാണ് ഈ കാലഘട്ടം നമുക്ക് മുന്നിൽ വെക്കുന്നത്. കുടുംബത്തെ സ്നേഹിക്കുന്നവർ, കുട്ടികളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും ലഹരിയെ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, ലോകം വെറുക്കുന്ന, ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ള ഒരു കൊലയാളിയുണ്ട്, ഹിറ്റ്ലർ. ആരായിരുന്നു ഹിറ്റ്ലർ എന്നറിയാമോ? കുഞ്ഞുനാളിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് അമ്മയെ സന്തോഷിപ്പിച്ചിരുന്ന മിടുക്കനായ കുട്ടി എങ്ങനെയാണ് 60 ലക്ഷത്തിലേറെ ആളുകളെ കൊന്ന് ഗ്യാസ് ചേമ്പറുകളിൽ ഇട്ട് ചാരമാക്കിയ ലോകം കണ്ട കൊലയാളിയായി മാറിപ്പോയത് എങ്ങനെയാണെന്നറിയാമോ? മദ്യപിച്ചിട്ട് മതോന്മത്തനായി വന്ന് സ്വന്തം അമ്മയെ ഇടിക്കുകയും അടിക്കുകയും തല പിടിച്ചു ചുമരിലിടിക്കുകയും അമ്മയുടെ തലക പൊട്ടി ചോര ഒഴുകുമ്പോൾ ഈ കുഞ്ഞു ഹിറ്റ്ലർ ചിത്രങ്ങൾ വരച്ചിരുന്ന ഹിറ്റ്ലർ അച്ഛന്റെ കാലിൽ ചെന്ന് പിടിച്ചിട്ട് പറയും, വിടറാ വിടറാ, എന്റെ അമ്മയെ വിടറാ, എന്റെ അമ്മയെ ഒന്നും ചെയ്യരുത്, എന്റെ അമ്മയെ എനിക്ക് ജീവനാണെന്ന് പറഞ്ഞു. പക്ഷേ ഹിറ്റ്ലർ എന്ത് ചെയ്യുമായിരുന്നു? കുടിയനായ അലോയിഡ് ഹിറ്റ്ലർ ഈ കുട്ടിയെ തൂക്കി കാലിൽ തൂക്കി ദൂരേക്കെറിയും. തൂക്കിട്ട കാലുകൾ കൊണ്ട് അവന്റെ തല ചവിട്ടി അരയ്ക്കും. പഴുത്ത ഇരുമ്പ് ദണ്ടുകൾ അവന്റെ ദേഹത്ത് പൊള്ളിക്കും. അപ്പോൾ അവനൊരു തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു? ഞാൻ വളർന്നു വരുമ്പം എന്റെ അമ്മയെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ഈ കാലന്റെ ജീവൻ ഞാൻ എടുക്കും. പക്ഷേ സമ്മർദ്ദങ്ങൾ പലതും അതിജീവിച്ച് കുഞ്ഞു ഹിറ്റ്ലർ വലുതായി വലിയ ഹിറ്റ്ലറായി മിലിറ്ററിക്കാരനായപ്പോഴത്തേക്കും കുടിയനായ അലോയിഡ് ചത്തുപോയിരുന്നു. കുടിയന്മാർക്കധികം ആയിട്ടില്ലല്ലോ. അന്ന് തുടങ്ങിയതാണ് ലോകത്തോടുള്ള അവന്റെ ശത്രുത. 60 ലക്ഷത്തിലേറെ ആളുകളെയാണ് ഗ്യാസ് ചേമ്പറുകളിൽ ചാരമാക്കിയത്. ഞാൻ ഈ കഥ ഇവിടെ പറഞ്ഞതിന്റെ ഒരു കാര്യമുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്ക്, സോൾജിയേഴ്സിനൊക്കെ വളരെ സുലഭമായി വിതരണം ചെയ്തിരുന്ന ഒരു മയക്കുമരുന്നായിരുന്നു. ആരെ കണ്ടാലും കൊല്ലുന്ന രാക്ഷസന്മാരാക്കാൻ വേണ്ടി വിതരണം ചെയ്തിരുന്ന മയക്കുമരുന്നായിരുന്നു പ്രിയപ്പെട്ടവരെ MDMA അഥവാ മെത്താംഫെറ്റമിൻ എന്ന് പറയുന്ന, സ്നേഹത്തോടെ ഓമൽ പേരിട്ട ആളുകൾ വിളിച്ചിരിക്കുന്ന ആ മെത്താംഫെറ്റമിൻ എന്ന് വീടിന്റെ ഡോറിൽ തട്ടുമ്പോൾ തന്നെ വീട്ടിലിരിക്കുന്നവർക്ക് മനസ്സിലാകണം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പിള്ളേർ ഇത്രയും കുറ്റവാളികളാകുന്നതെന്ന് അറിയാമോ? 24 മണിക്കൂർ മൊബൈൽ തുറന്നെടുക്കുന്ന കാലമാണ്. നമ്മുടെ തൊട്ടടുത്താണല്ലോ കഷായം ഉണ്ടാക്കിയ ഗ്രീഷ്മ കഷായം. എന്തായിരുന്നു ഗ്രീഷ്മയ്ക്ക് കഷായം ഉണ്ടാക്കേണ്ടി വന്നത്? പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സുന്ദരിയാണെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിലും അവൾ അയച്ചു കൊടുത്ത മെസ്സേജുകളും ഫോട്ടോകളും ഒക്കെ മറ്റൊരു ചെറുപ്പക്കാരന്റെ ഫോണിൽ സുരക്ഷിതമായി ഇരിക്കുന്നു എന്ന് ഇന്നലത്തെ ഇഷ്ടകാമുകൻ ഇന്ന് നഷ്ടപ്പെടുകയാണ്. അത് ദുഷ്ടകാമുകനായി മാറുമ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് തന്റെ കഴുത്തിൽ താലി കെട്ടുന്നവന്റെ കയ്യിലെത്തിക്കുമെന്നുള്ള പേടി. ഒന്നുകിൽ അവൾ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ അവനെ കൊല്ലണം. അതുകൊണ്ട് ഈ മൊബൈൽ എടുത്തു വെച്ചപ്പോൾ ഇങ്ങനെ ആയിരക്കണക്കിന് മെസ്സേജുകൾ ഇങ്ങനെ തോണ്ടി അയക്കുന്നവർ ഓർക്കുക.
സ്വന്തം ശവപ്പഴമാണ് നിങ്ങൾ തോണ്ടുന്നത്. അയക്കുന്ന ഓരോ മെസ്സേജും നിങ്ങളുടെ തന്നെ ജീവനെടുക്കുന്ന കാലനായി തിരിച്ചു വരും. കാരണം നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പറ്റിക്കാൻ അത് മായ്ച്ചു കളയാം. പക്ഷേ ലോകത്തിന്റെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതൊരിക്കലും മാഞ്ഞു പോകില്ല. അതുകൊണ്ട് ഓരോ മെസ്സേജ് അയക്കുമ്പോഴും നിങ്ങൾ ഓർക്കുക, എന്റെ കാലനെയാണോ ഞാൻ ക്ഷണിക്കുന്നത്, എന്റെ മരണം എപ്പോഴാണെന്ന് ഞാൻ അന്വേഷിക്കുകയാണോ ഈ മെസ്സേജുകളിലൂടെ എന്ന് നിങ്ങൾ കരുതണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രണയം ഇന്നൊരു വലിയ രോഗമായി മാറിയിട്ടുണ്ട്. കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് ലഹരി രോഗം, പെൺകുട്ടികൾക്ക് പ്രണയ രോഗം. ഈ രോഗങ്ങൾ മുഴുവൻ മൂത്ത ജീവിതം കോഞ്ഞാട്ടയായി പോകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളോട് മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറയണം. അവർ നിങ്ങളെ കാത്തുവയ്ക്കും. നിങ്ങൾ പിറക്കുന്നതിന് മുമ്പ് നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയവരാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയാലും മറഞ്ഞു പോയാലും മാതാപിതാക്കൾക്ക് മറക്കാൻ കഴിയില്ല. അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും, കണ്ണീരൊലിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ മക്കൾ തിരിച്ചറിയണം. ഇന്നത്തെ മക്കൾക്കൊക്കെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ 2 ATM കൗണ്ടറാണ്. കുത്തുമ്പോ ആവശ്യത്തിന് പൈസ കിട്ടണം. അതിനപ്പുറം ഒന്നും വലിയ സ്നേഹമൊന്നും ഇല്ല. നിങ്ങൾ അറിയണം മക്കളെ, നിങ്ങളുടെ കയ്യിലെ ഒരു വിരൽ ഒടിഞ്ഞാൽ നിങ്ങൾക്ക് കാലിന് ഒന്ന് തട്ടിയാൽ എത്ര നൊമ്പരമുണ്ടാകുമെന്ന്. പക്ഷേ 22 അസ്ഥികൾ ഒടിഞ്ഞു നുറുങ്ങുന്ന പ്രാണവേദന സഹിച്ചുകൊണ്ടാണ് ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നത്. എത്ര അസ്ഥികളാണ്? എത്ര അസ്ഥികളാണ്? 22 അസ്ഥികൾ ഒന്നിച്ചൊടിഞ്ഞു നുറുങ്ങുന്ന പ്രാണവേദന സഹിച്ചുകൊണ്ട് അമ്മ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ആ അമ്മയൊന്ന് ആശ്വസിക്കുന്നത് നിങ്ങളുടെ മുഖം കാണുമ്പോഴാണ്, മക്കളുടെ മുഖം കാണുമ്പോഴാണ്. ആ മക്കൾ തന്നെ അമ്മയെ വെട്ടിക്കൊല്ലുന്ന രാക്ഷസന്മാരായി മാറിപ്പോകുന്നുവെങ്കിൽ നിങ്ങളാരും മനുഷ്യരല്ല, മനുഷ്യരൂപം കൊണ്ട് ചെറുത്താന്മാരാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. മനുഷ്യനാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു തരം ലഹരി വസ്തുക്കളും കൈകൊണ്ട് പോലും തൊടില്ല. അത് ബബിൾക്കമാണെങ്കിലും കിറ്റ്കാറ്റ് ആണെങ്കിലും കൊക്കക്കോളയാണെങ്കിലും ഐസ്ക്രീം ആണെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന മയക്കുമരുന്നിന്റെ കണ്ടന്റുകൾ നിങ്ങൾ തിരിച്ചറിയുമ്പോഴത്തേക്കും നിങ്ങളെയും കൊണ്ട് ലഹരി പോയി കഴിയും. എന്താണ് ലഹരി എന്നറിയാമോ? കണ്ടകശനിയാണ്. കണ്ടുപോയാൽ കൊണ്ടേ പോകൂ. നിങ്ങൾ വേണ്ടെന്ന് വെച്ചാലും ജീവിതം ഒരു സന്തോഷമാക്കുകയാണ്, ജീവിതം ഒരു സന്ദേശമാക്കുകയാണ്. നമുക്ക് ലോകത്തോട് പറയുവാനുള്ളത്, ഗാന്ധിജി പറഞ്ഞു, മദ്യവും മയക്കുമരുന്നും പിശാചിന്റെ ഹസ്തങ്ങൾ. ഗാന്ധിജിയുടെ സന്ദേശം എന്താണ്? മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. നമുക്കും പറയണ്ടേ? ലോകത്തോട് പറയണ്ടേ? ഈ ലോകം നമുക്ക് എന്ത് നൽകി എന്നല്ല കാലം ചോദിക്കുന്നത്, ഈ ലോകത്തിന് നിങ്ങൾ എന്ത് നൽകി എന്നാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെക്കണം, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഇപ്പോഴത്തെ പിള്ളേരെ പഠിക്കാൻ അയച്ചാൽ പിള്ളേര് പറയുന്നത് ആരെയോ കണ്ടെത്തി തിരഞ്ഞെടുക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണെന്നാണ്. 7ാം ക്ലാസ്സിലെ കുട്ടി ചോദിച്ചോ പറയുന്നു, എന്തിനാ കരഞ്ഞതെന്ന് ചോദിച്ചപ്പം കൂട്ടത്തിലെ കുട്ടികൾക്കെല്ലാം സെറ്റായി, എനിക്ക് സെറ്റായില്ലെന്ന്. പോട്ടെ എന്ന് പിള്ളേർ തീരുമാനിക്കുന്നില്ല. അതുകൊണ്ട് ചൊട്ടയിലെ ശീലം ചുടല വരെ, അത് ചുടലയിലേക്ക് കൊണ്ടുപോകാനുള്ള ശീലമാക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, SNDP യൂണിയൻ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചിരിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശ റാലിയുടെ ഭാഗമായിട്ടാണ് ഓരിച്ചൊരിയുന്ന ഈ പെരുമഴക്കാലത്ത് പാറശാല നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് അവസരമൊരുക്കിക്കൊണ്ട് ഞാൻ കുറച്ചു നേരത്തേക്ക് മാറി നിൽക്കാം. ആർക്കെങ്കിലുമൊക്കെ സന്ദേശം നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് പ്രകൃതി പോലും നമ്മളോട് പറയുന്നത്. ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയാമോ? ജൂൺ 5 എൻവയറമെന്റ് ഡേ, അല്ലേ? ലോക പരിസ്ഥിതി ദിനം. പക്ഷേ കണ്ണൂരിലെ 3 ചേട്ടന്മാർ ചെയ്തത് എന്താണെന്നറിയാമോ? ആ ദിവസം ഓർമ്മിക്കാൻ വേണ്ടി 3 പേരും കൂടെ കഞ്ചാവ് തടി ചെടികൾ വീട്ടിലെ അടുക്കളയിൽ നട്ടുവെച്ച് ഫോട്ടോ എടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. ഞങ്ങൾ എൻവയറമെന്റ് ഡേ ആഘോഷമാക്കിയിരിക്കുന്നു. നട്ടത് കഞ്ചാവ് ചെടികൾ. എന്ത് ഗതികെട്ട കാലാണ് കേരളം എന്ന് ഓർത്ത്. കഞ്ചാവ് കഴിച്ചവരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? കഞ്ചാവ് കഴിച്ച പ്രാന്തനായി പോകുന്നേ.
മത്തുപിടിച്ച് ഭ്രാന്തെടുത്ത് വഴിയെ പോകുന്ന കുഞ്ഞോമനകളെ മാലാക കുഞ്ഞുങ്ങളെയൊക്കെ പിച്ച് ചീന്തി ചോര കുടിച്ച് ഗോവിന്ദസ്വാമിമാരായി ജയിലിനകത്ത് കിടപ്പുണ്ട്. ഉത്തര എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടിയെ ഒരുത്തനും ഉത്തരമില്ലാതെ സ്നേഹിച്ചു. എന്നും കുടിച്ച് പാമ്പായി വരുന്നവൻ അന്നൊരു പാമ്പുമായി പോയി. ആ പാവം പാമ്പിന് അറിയില്ലായിരുന്നു. ആ പാവം വിഷജീവിയായ പാമ്പിന് അറിയില്ലായിരുന്നു ഇവൻ എന്നെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന്. പാവം എന്നും പാമ്പുമായി വന്നവൻ എന്നും പാമ്പായി വരുന്നവൻ അന്ന് പാമ്പുമായി വന്ന പാവം ഭാര്യയുടെ റൂമിലേക്ക് ആ പാമ്പിനെ കയറ്റിവിട്ട് ജീവനെടുത്തു കളഞ്ഞു. അതുകൊണ്ട് ഈച്ചയ്ക്ക് വിഷം തലയിലാണെങ്കിൽ, തേളിന് വിഷം വാലിനാണെങ്കിൽ, പാമ്പിന് വിഷം പല്ലിനാണെങ്കിൽ സർവാംഗം വിഷമായൊരു ജീവിയാണ് ലഹരി ജീവി. അത് വേറിട്ടൊരു ജീവിയാണ്. ആ ജീവി ആരെ എങ്ങനെ എപ്പ കൊല്ലും എപ്പ തിന്നും എന്ന് പറയുക വയ്യ. അതുകൊണ്ട് ഒരു തരം ലഹരിക്കും നിങ്ങൾ അടിയറവ് പറയരുത്. ഒരു ലഹരി കമ്പനിയുടെയും അടിമയല്ല ഞാൻ, എന്റെ ഉടമയാണ് എന്ന് തിരിച്ചറിയണം. ലഹരി വസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാലേ തെരുവിലൂടെ നടക്കുന്ന പേപിടിച്ച പട്ടികളോടാണ് പലർക്കും ഭയങ്കര സ്നേഹം. കണ്ണൂരിലൊരുത്തൻ എല്ലാ ദിവസവും കുടിച്ചിട്ട് പോകുമ്പോൾ കുറെ ബോണ്ടയൊക്കെ വാങ്ങി പട്ടിയൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ബോണ്ടേ നടക്കണം, കിടക്കുമ്പോഴല്ല എനിക്കൊന്ന് നടക്കണമെന്ന് കൊതിക്കുന്നത്. കിടക്കുന്നവരെ കാണുമ്പോഴേ നമ്മൾ ഓർക്കണം എന്തുകൊണ്ട് അവർ കിടന്നു പോയി. അതുകൊണ്ട് കിടക്കാതിരിക്കാൻ എന്നെ ഓർക്കണം. ഹെൽത്ത് ഈസ് വെൽത്ത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണെന്ന് തിരിച്ചറിവുണ്ടാകണം. രോഗിയായതിനു ശേഷം